കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാലിനി സ്കൂളിൽ സത്യനെ കാണാതെ ടെൻഷനായിട്ട് സത്യയുടെ ഫോണിലേക്ക് വിളിക്കുവാണ്. അന്നേരം സത്യ നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ്. ഈ സമയം സത്യയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി വിഷ്ണു സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വിഷ്ണു ശാലിനിയോട് സംസാരിക്കുമ്പോൾ ശാലിനി ശബ്ദമൊക്കെ മാറ്റി വിഷ്ണുവിന് തിരിച്ച് മറുപടി കൊടുക്കുവാണ്. പിന്നീട് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ഭാമയെ സംസാരിക്കുവാണ്. മോള് എത്ര ഭംഗിയായിട്ടാണ് സത്യമോളെ വളർത്തിയിരിക്കുന്നത്. നല്ല ധൈര്യവും വിവേകബുദ്ധിയും എല്ലാം ഉണ്ട്. സത്യം പറഞ്ഞാൽ മോളുടെ മോള് കാരണമാണ് എൻ്റെ പേരക്കുട്ടി ഇപ്പോൾ ഒരാപത്തും പറ്റാതെ തിരിച്ചു വന്നിരിക്കുന്നത്. അതിൻ്റെ നന്ദിയും കടപ്പാടും എന്നും മോൾക്കും മോളുടെ സത്യമോളോടും ഞങ്ങൾക്കുണ്ടാകും. സത്യമോളെ ഞങ്ങൾ തന്നെ എവിടെയാണെന്ന് വെച്ചാക്കാം. മോളുടെ അഡ്രസ്സ് പറഞ്ഞാൽ മതി. അന്നേരം ശാലിനി പറഞ്ഞേ, അത് വേണ്ട, ഞാൻ അവിടെ വന്ന് അവളെ കൊണ്ടുപോയിക്കോളാം. എന്നാൽ ശരി, ഞാൻ ഇവിടുത്തെ അഡ്രസ്സ് പറഞ്ഞുതരാം. വിഷ്ണു, നീ ഇവിടുത്തെ അഡ്രസ്സ് ഒന്ന് പറഞ്ഞു കൊടുത്തേ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ ഫോൺ കൊടുക്കുവാണ്. അന്നേരം വിഷ്ണു പെട്ടെന്ന് കുടുംബശ്രീ വീടിൻ്റെ അഡ്രസ്സാണ് കേട്ടോ പറയുന്നത്. അത് കേട്ടിട്ട് രാഘവൻ ചോദിക്കണേ, എടാ വിഷ്ണു, നമ്മുടെ വീടിൻ്റെ അഡ്രസ്സാടാ പറയാൻ പറഞ്ഞത്. അന്നേരം വിഷ്ണു പറയണേ, സോറി അച്ഛാ, ഒരു നിമിഷം എൻ്റെ മനസ്സ് ഇവിടെ നിന്ന് വിട്ടുമാറിപ്പോയി. അങ്ങനെ ശാലിനിക്ക് അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് കേട്ടോ വിഷ്ണു. അതിനുശേഷം കോള് കട്ടാക്കുവാണ്. പിന്നീട് സത്യമോളെ ബാമാരിയിലേക്ക് ഇരിക്കണേ, മോളൊന്ന് വന്നേ, മോൾക്ക് ഞാനൊരു ചക്കര ഉമ്മ തരട്ടെ. അതിനെന്താ, തന്നോളൂ. അങ്ങനെ പറഞ്ഞ് സത്യയുടെ കവിളിൽ ഭാമ ഒരു ഉമ്മ കൊടുക്കുവാണ്. ഇതേ സമയം തിരിച്ച് സത്യമോളും ഭാമക്കൊരു ഉമ്മയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ ശാലിനി വരുന്നതും കാത്ത് എല്ലാവരും ഇരിക്കുമായിരിക്കും. ഇതേ സമയം ശാലിനീൻ്റെ കാറ് മുറ്റത്തെത്തുവാണ്. അന്നേരം ശാലിനി ഡ്രൈവർ ചേട്ടനോട് പറയണേ, ചേട്ടാ എനിക്ക് അത്യാവശ്യമായിട്ടൊരു കോള് വരുന്നുണ്ട്, അതെനിക്ക് അറ്റൻഡ് ചെയ്തേ പറ്റൂ. ചേട്ടൻ പോയി സത്യമോൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാം. ഓ ശരി കുഞ്ഞേ എന്ന് പറഞ്ഞ് ഡ്രൈവർ ചേട്ടൻ സത്യനെ വിളിക്കാനായിട്ട് അകത്തേക്ക് പോകുവാണ്. ഇതേ സമയം ശാലിനി ഡോർ തുറന്ന് പുറത്തിറങ്ങുക. പെട്ടെന്നായിരിക്കും സത്യഭാമ കളയാൻ പറഞ്ഞ ശാലിനിയുടെ പേരെഴുതിയ ആ ഒരു നെയിം പ്ലേറ്റ് മുറ്റത്ത് ചെടികൾക്കിടയിൽ കിടക്കുന്നത് ശാലിനി കാണുന്നത്. അങ്ങനെ ശാലിനിയുടെ അടുത്ത് കൈ പിടിക്കുവാണ്. ആ ഒരു സമ്മാനം വിഷ്ണു തന്ന ആ ഒരു സംഭവമൊക്കെ ശാലിനി ഓർക്കുക. എന്നിട്ട് അതിലേക്ക് സങ്കടത്തോടെ നോക്കിയിട്ട് ശാലിനി പറയണേ, എൻ്റെ എല്ലാ ഓർമ്മകളും സത്യാമ്മ ഇവിടുന്ന് മായ്ച്ചു കളഞ്ഞു അല്ലേ. എത്രയൊക്കെ മായ്ച്ചാലും വിഷ്ണുവേട്ടൻ്റെ മനസ്സിൽ എന്നും ഞാനുണ്ടാവും. അങ്ങനെ പറഞ്ഞ് ആ നെയിം പ്ലേറ്റും എടുത്ത് ശാലിനി കാറിൽ കയറിയിരിക്കുവാണ്. ഇതേ സമയം ഡ്രൈവറേട്ടൻ അകത്തേക്ക് വന്ന് സത്യമോളെ വിളിക്കുവാണ്. മോളെ സത്യ, നമുക്ക് പോകണ്ടേ? അന്നേരം ഭാമ ചോദിക്കുക, അല്ല സത്യമോളുടെ അമ്മ വന്നില്ലേ? ആ സമയം ആ ചേട്ടൻ പറയണേ, മാഡം വന്നിട്ടുണ്ട്, മാഡത്തിന് അത്യാവശ്യമായിട്ടൊരു കോള് ചെയ്യേണ്ട കാരണം എന്നോട് വന്ന് വിളിക്കാൻ പറഞ്ഞതാ. എന്നാ വാ മോളെ, നമുക്ക് പോകാം. ഇതേ സമയം ഡ്രൈവറെ കാണുമ്പോൾ വിഷ്ണുവിന് അന്ന് തന്നെ സഹായിച്ച ആൾ ഇയാളാണെന്ന് മനസ്സിലാകുവാണ്. ഈ സമയം ഡ്രൈവർ സത്യനെയും കൂട്ടി പുറത്തേക്ക് പോകുക. അന്നേരം വിഷ്ണു പറയണേ, അയ്യോ അമ്മേ, ആ ഡ്രൈവർ എൻ്റെ ജീപ്പ് അന്ന് പഞ്ചറായി റോട്ടിൽ കിടന്നപ്പോൾ ഈ ചേട്ടനെ വന്ന് സഹായിച്ചത്. ഈ ചേട്ടൻ്റെ മാഡം പറഞ്ഞു വിട്ടതാന്നാ പറഞ്ഞത്. അന്നേ ആ മാഡത്തെ കണ്ട് ഒരു നന്ദി പറയണമെന്ന് വിചാരിച്ചതാ, അതിന് അന്ന് പറ്റിയില്ല, ഞാനൊന്ന് ചെല്ലട്ടെ. അങ്ങനെ പറഞ്ഞ് വിഷ്ണു പിന്നാലെ ഓടുവാണ്. ഇത് കാണുന്ന ശ്യാമ അങ്ങ് ടെൻഷനാകുക. ശ്യാമ വേഗം തന്നെ മുകളിലേക്ക് ചെന്ന് ബാൽക്കണിയിലൂടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കുവാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ പിന്നാലെ ഭാമയും പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം തന്നെ സത്യമോളെയും കൂട്ടി അവർ കാറിൽ കയറി വണ്ടിയെടുത്ത് പോകുമായിരിക്കും. അങ്ങനെ വണ്ടിയെടുത്ത് പോകുന്നതിൻ്റെ തൊട്ട് പിന്നാലെയാണ് കേട്ടോ വിഷ്ണു ഓടി പുറത്തേക്ക് വരുന്നത്. അപ്പോഴേക്കും വണ്ടി വിട്ടു പോയിട്ടുണ്ടാവും. വിഷ്ണുവിനാണെങ്കിൽ ആളെയൊന്നും കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. അത് കാണുമ്പോൾ ശ്യാമൊക്കെ സമാധാനമാകുവാണ്. അന്നേരം ഭാമ വന്ന് വിഷ്ണുവിനെ വിളിക്കണേ, സാരമില്ല വിഷ്ണു, ഇനിയും കാണാമല്ലോ. അന്ന് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആ കുട്ടിയൊന്ന് പരിചയപ്പെടണം, നീ വാ. അങ്ങനെ പറഞ്ഞ് വിഷ്ണുവിനെയും കൂട്ടി അകത്തേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീയിലെത്തുന്ന സത്യനെയും ശാലിനിയുമാണ് കേട്ടോ. അങ്ങനെ ശാരദാമ്മ ഇവരെ കാണാതെ ടെൻഷനോടുകൂടി കാത്തിരിക്കുവാണ്. ഈ സമയം സത്യ ശാലിനി തിരിച്ചെത്തുമ്പോൾ ശാരദ ചോദിക്കണേ, എന്തു പറ്റി, എന്താ ഇത്രയും വൈകിയത്? മോളെ കാണുന്നില്ല എന്ന് ശാലിനി വിളിച്ചു പറഞ്ഞപ്പോൾ ഞാനങ്ങ് ടെൻഷനായിപ്പോയി. എൻ്റെ സത്യക്കുട്ടി ഇതെവിടെ പോയതായിരുന്നു? അന്നേരം സത്യ നടന്ന കാര്യങ്ങളെല്ലാം ശാരദയോട് പറയണേ. പിന്നീട് സത്യ പറയുവാണ്, പപ്പിമോളുടെ വീട്ടിൽ എന്തോരം ആൾക്കാരാണ് ഉള്ളത്. അവൾക്ക് മുത്തശ്ശനുണ്ട്, മുത്തശ്ശിയുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, വലിയച്ഛനുണ്ട്, എന്തോരം പേരാ ഉള്ളത്. എന്ത് രസമായിരുന്നു അവിടെ. ഇവിടെ എനിക്ക് എൻ്റെ അമ്മയും അമ്മാമ്മയും മുത്തശ്ശനും മാത്രമല്ലേ ഉള്ളൂ. എൻ്റെ അച്ഛനും അച്ഛമ്മയൊക്കെ എവിടെയാ? അവരെയൊക്കെ എനിക്ക് എന്നാ കാണാൻ പറ്റുക അമ്മേ? അന്നേരം ശാലിനി അവരെയൊക്കെ മോൾക്ക് ഉടനെ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. എന്നാൽ സത്യ, അവരെയൊക്കെ എനിക്ക് ഉടനെ കാണണം, എനിക്കെൻ്റെ അച്ഛൻ്റെ സ്നേഹവും ലാളനെയും ഒക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് ഓരോ വാക്കുകളൊക്കെ പറയുവാണ്. അത് കേൾക്കുമ്പോൾ ശാലിനിക്ക് വല്ലാതെ സങ്കടമാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.